ഹായ് ഫ്രണ്ട്സ്, പ്രൈസ് ഗാഡ്. ഇതെന്താണെന്നറിയാവോ? ടോർച്ച്, സിമ്പിൾ ടോർച്ച്. ഇതെപ്പോഴാണ് നമ്മൾ കത്തിക്കുന്നത്? വെളിച്ചം മറയുമ്പോൾ വയ്ക്കുന്ന ചുവടുകളൊന്നും പിഴയ്ക്കാതിരിക്കാൻ ഒരു സാധനം സൂക്ഷ്മതയോടെ കാണാൻ നമ്മൾ ടോർച്ച് ഉപയോഗിക്കും. ഇതുപോലെ മക്കളുടെ ജീവിതത്തിലെ ടോർച്ചുകളാണ് മാതാപിതാക്കൾ. അവശ്യ സമയത്ത് എത്തിപ്പിടിക്കാൻ പറ്റുന്ന ടോർച്ചുകൾ. ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാകാനുള്ള കുറച്ച് കാര്യങ്ങൾ സിസ്റ്റർ പറഞ്ഞു തരട്ടെ. ഒരു വാക്ക് ഒന്നോ രണ്ടോ കാര്യങ്ങൾ സൂചിപ്പിക്കുമ്പോൾ ഒരു സ്പർശം 1000 കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, കൊള്ളാം, നന്നായിരിക്കുന്നു, മിടുക്കൻ, സംരക്ഷണം, സുരക്ഷിതത്വം, അഭിമാനം, ഇങ്ങനെ എന്തുമാത്രം കാര്യങ്ങളാണ് ഒരു ചെറിയ ടച്ചിലൂടെ വെളിപ്പെടുന്നത്. ഒരു മനുഷ്യൻ സ്നേഹത്തിൽ നിന്ന് ജനിച്ച് സ്നേഹത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. സൈക്കോളജിയിൽ പറയുന്നത്, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ 1 മാസം മുതൽ 9 മാസം വരെ അമ്മയോടുള്ള ബന്ധമാണ് ഊട്ടിയുറപ്പിക്കുന്നത്. അമ്മ കണ്ണിൽ നോക്കി സംസാരിക്കുന്നു, തലോടിക്കൊണ്ട് പാല് കൊടുക്കുന്നു, പുഞ്ചിരിക്കുന്നു, കളിപ്പിക്കുന്നു. ഇതിലൂടെയൊക്കെ അമ്മയുമായിട്ടുള്ള ബോണ്ടിങ് കൂട്ടും. ഇത് കിട്ടിയില്ലെങ്കിൽ കുഞ്ഞ് അന്തർമുഖനായി മാറാം, അതായത് ഇൻട്രോവേർട്ടായി മാറാം. മാത്രമല്ല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാം. ഓക്കെ, 9 മാസം മുതൽ 18 മാസം വരെയുള്ള കാലയളവ് അച്ഛനുമായിട്ടുള്ള ബന്ധം ഉറപ്പിക്കേണ്ട പീരീഡാണ്. അച്ഛൻ്റെ സാന്നിധ്യവും സാമീപ്യവും ഒക്കെ കുട്ടിക്ക് കിട്ടിയില്ലെങ്കിൽ ഒരുപക്ഷെ തരക്കേടിനും അനുസരണക്കേടിനും ഒക്കെ മുൻപന്തിയിൽ കുഞ്ഞു വരാം. 8 വയസ്സിനുള്ളിൽ എല്ലാ പ്രാർത്ഥനയും പഠിപ്പിച്ചിരിക്കണം. 9 വയസ്സിനുള്ളിൽ ആവോളം സ്നേഹം മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ ഒരുപക്ഷെ നാളെ മാതാപിതാക്കളായ നിങ്ങൾ പറയുന്ന കാര്യം മക്കൾ വില കൽപ്പിക്കത്തില്ല, നിങ്ങളെ അംഗീകരിക്കില്ല. മക്കളുടെ ഹീറോസ് ആരാണ്? മാതാപിതാക്കളാണ്. ഉപദേശം കൊണ്ട് രക്ഷപ്പെട്ടവരൊക്കെ ചുരുക്കുക. എന്നാൽ സ്നേഹത്തിൻ്റെ തലോടൽ ലഭിച്ച പലരും നല്ല നിലയിൽ ഉയരങ്ങളിലെത്തിയിട്ടുണ്ട്. സ്നേഹം നമുക്ക് മൊബൈലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. അത് അമ്മയും പപ്പയുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകി മക്കളുടെ ഹൃദയങ്ങൾ നിറയണം. ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം 9 മിനിറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ 9 മിനിറ്റിൽ അച്ഛനും അമ്മയൊക്കെ തന്നെ കാണണം, പരിചരിക്കണം. ആദ്യത്തെ 3 മിനിറ്റ് ഒരു കുഞ്ഞ് ഉറങ്ങി എണീറ്റ് വരുന്ന സമയം, അടുത്ത 3 മിനിറ്റ് സ്കൂളിൽ നിന്ന് മടങ്ങി വരുന്ന സമയം, അവസാനത്തെ 3 മിനിറ്റ് ഉറങ്ങുന്നതിന് മുമ്പുള്ള സമയം. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ ഒരു കെട്ടിപ്പിടുത്തം വളരെ പ്രധാനപ്പെട്ടതാണ്. മിനിമം ഒരു 5 കെട്ടിപ്പിടുത്തം മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കുന്ന കുഞ്ഞിൻ്റെ പ്രത്യേകത അറിയാവോ? ആരോഗ്യം കൂടും, രോഗപ്രതിരോധ ശേഷി കൂടും, രോഗങ്ങൾ കുറയും, മറ്റുള്ളവരുമായിട്ടുള്ള അടുപ്പം കൂടും. ചുരുക്കി പറഞ്ഞ ഒരു പോസിറ്റീവ് ചൈൽഡായിട്ട് വളരും. ഇനി മാതാപിതാക്കളെ ഓർമ്മിപ്പിക്കേണ്ട ഒരൊറ്റ കാര്യം കൂടിയുള്ളൂ. നമുക്കില്ലാത്ത ഗുണം മക്കളിൽ നിന്ന് നിങ്ങൾ ഒത്തിരി പ്രതീക്ഷിക്കരുത്. മാവിൽ നിന്ന് മാങ്ങേ വരൂ, ആപ്പിൾ നമുക്ക് പ്രതീക്ഷിക്കാൻ പാടണ്ട. മക്കൾക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നതും മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ഷൈൻ ചെയ്യാൻ വേണ്ടി അവരെ വില കുറച്ച് സംസാരിക്കുന്നതും വില കുറച്ച് കാണുന്നതും മക്കളെ വേർതിരിച്ച് കാണുന്നതുമൊക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് പരമാവധി ഒഴിവാക്കി മക്കളോടൊപ്പം നമുക്ക് സമയം ചെലവിടാം. നിങ്ങൾക്കറിയാവോ, മക്കൾക്ക് എപ്പോഴാണ് നിങ്ങൾ സ്നേഹിക്കുന്നതെന്ന് തോന്നുന്നത്? നിങ്ങൾ അവരുമായിട്ട് സമയം ചെലവഴിക്കുമ്പോഴാണ്, അല്ലാതെ സാധനം വാങ്ങിക്കൊടുക്കുമ്പോഴല്ല. അപ്പോൾ സമയം ചെലവഴിച്ചും അവരെ തൊട്ടും തലോടിയും അവരുടെ ജീവിതത്തിൽ നല്ല നല്ല വെളിച്ചമുള്ള ടോർച്ചുകളായി മാറാം. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ആമേൻ.